നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ചെറിയൊരു കാര്യം പറയുന്നു. പതിവ് പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. തമ്പനയിൽ കണ്ടപ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നും കരുതുകയാണ്. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ഇതുവരെ ഒരു ടീസറോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പങ്കുവച്ചിരുന്നില്ല. അത്യാവശ്യം നല്ല തിരക്കിൽ പെട്ടുപോയതുകൊണ്ടാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു സിനിമയാണ് എനിക്ക് മലൈക്കോട്ടെ വാലിബൻ. കാരണം LJP ഒപ്പം നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ഇവർ രണ്ടുപേരും ഇതിഹാസങ്ങളാണ്, പ്രതിഭാധനരാണ്. പ്രതിഭകളുടെ കൂടിച്ചേരൽ ഗംഭീരമായ ഒരു ഇതിഹാസവും പ്രതിഭാസവുമായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. വലിയ ഹൈപ്പുണ്ട്. ആ ഹൈപ്പിനോട് 100% നീതി പുലർത്തും ഈ ചിത്രം എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ മനസ്സിലെ ഒരു സ്വപ്നമുണ്ട് LJP സിനിമയെ കുറിച്ച്. അതങ്ങനെ തന്നെയാണ് അദ്ദേഹം എപ്പോഴും എനിക്ക് തന്നിട്ടുള്ളത്. പലപ്പോഴും പലരും പ്രതീക്ഷിക്കാറുണ്ട് പല രീതിയിൽ. പക്ഷെ ഞാൻ എന്താണോ LJP ഫിലിംസിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതെനിക്ക് ഇതുവരെ എല്ലാ LJP ഫിലിംസും നൽകിയിട്ടുണ്ട്. ഞാൻ കണ്ട എല്ലാ LJP ഫിലിംസും എനിക്കത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ചിത്രവും യാതൊരു തർക്കവുമില്ലാതെ തന്നെ കാത്തിരിക്കുകയാണ്. മലയാളത്തിന്റെ സ്വന്തം അഹങ്കാരം, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ കിടിലൻ പെർഫോമൻസ് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുവാനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാ ആരാധകരോടൊപ്പം തന്നെ അങ്കമാലി ഡയറിയും ഒപ്പം ഞാനും. ഏതായാലും പറഞ്ഞു വരുന്നത് ലാലേട്ടന്റെ ഏറ്റവും പുതിയ ടീസർ. ഇതിനു മുമ്പ് വന്ന ടീസറോ മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചില്ല. ഒരുപാട് തിരക്കുകൾക്കിടയിലായിരുന്നു. അതുകൊണ്ടാണ് അത് വിട്ടുപോയത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇത് പറയുമ്പോഴും ഒരു ദിവസം വൈകിട്ടാണ് പറയുന്നത്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ക്ഷമാപണമാണ്. 70,000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടതിന് ശേഷം നിങ്ങളോടൊരു നന്ദി പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. അത് പറയാൻ അല്പം വൈകിപ്പോയി. കഴിഞ്ഞ വീഡിയോന്റെ തൊട്ട് പുറകിൽ അവസാന നിമിഷത്തിൽ ഞാൻ പറഞ്ഞത്, പക്ഷെ പലരും അവസാനം വരെ കാണുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ പോരായ്മയാണ്, എൻ്റെ കുറവുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പറയുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. 70,000 സബ്സ്ക്രൈബേഴ്സ് എത്തുക എന്ന് പറഞ്ഞത് അത്ര ചെറിയ കാര്യമല്ലെന്നറിയാം. നിങ്ങളില്ലായിരുന്നെങ്കിൽ അതെനിക്ക് സാധിക്കില്ലായിരുന്നു. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം നിന്നു, ഈ ചാനലിനോടൊപ്പം നിന്നു, ഞങ്ങളുടെ ഒപ്പം എപ്പോഴും എല്ലാ തരത്തിലും സപ്പോർട്ട് നൽകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയും അത് തുടരുമെന്ന് പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഈ ചാനലിൽ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആ വീഡിയോ റിയാക്ട് ചെയ്യാം. ഓക്കെ. ലാലേട്ടൻ നാടകശൈലിയാണോ? വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. വളരെ സിമ്പിളായിട്ടുള്ള ഉള്ള കാര്യം പറയാലോ. ഈ ഒരു ടീസർ മുൻപ് കണ്ട ടീസറിനേക്കാൾ ഒരല്പം എന്തൂസിയാസം കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. മുൻപ് കണ്ടത് വേറൊരു റേഞ്ചിലുള്ള സാധനമാണ്, ഇപ്പോൾ കണ്ടത് വേറൊരു റേഞ്ചിലുള്ളതാണ്. ഒരുപക്ഷെ നമ്മളുടെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ഒരു ടീസറും കൂടി വന്നേക്കാമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൽ നായികയായിരിക്കും ഒരു പക്ഷേ ആ കാണുന്ന കഥാപാത്രം. മലൈക്കോട്ടെ വാലിബനാണ് പുറത്തുള്ളത്, അകത്തുള്ള ദേവിയാണെന്നും പറഞ്ഞു. അപ്പം ഏതായാലും പുറത്തുള്ള നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ മലൈക്കോട്ടെ വാലിബൻ്റെ ആ ബോഡിയാണ് ഞാൻ പെട്ടെന്ന് നോക്കിയത്. കാരണം പലപ്പോഴും ലാലേട്ടനെ ബോഡിയുടെ പേരിൽ പലരും പരിഹസിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പരിഹസിക്കുന്ന വ്യക്തികൾ വയസ്സ് ചെറുതല്ല അദ്ദേഹത്തിന്. 60 വയസ്സിന് മുകളിലുള്ളൊരു നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഫിസിക്ക് കാത്തു സൂക്ഷിക്കുക, അതും പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയല്ല ലാലേട്ടൻ. എല്ലാ തരത്തിലുള്ള ഭക്ഷണവും കഴിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ആവശ്യഘട്ടങ്ങളിൽ അദ്ദേഹം ശരീരം നന്നായിട്ട് നോക്കുന്നൊരു വ്യക്തി കൂടിയാണ്. ഏതായാലും മമ്മൂക്കയെ പോലെ സ്ഥിരമായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു താരമല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ഞാനൊന്ന് നോക്കുകയായിരുന്നു. അത്രത്തോളം മനോഹരമായിട്ട് അദ്ദേഹം തന്റെ ഫിസിക്ക് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. മറ്റു സിനിമകളിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചെറുപ്പക്കാരനായി തടി കുറച്ച് നോക്കി. അതൊക്കെ ഒരു തട്ടിപ്പ് തരികടയായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തത്. പക്ഷെ ഇതില് അദ്ദേഹത്തിന്റെ ബോഡിയും അദ്ദേഹത്തിന്റെ ആ ഒരു മസിൽസിന്റെ വലുപ്പവും ഒക്കെ കാണുമ്പോൾ ലാലേട്ടൻ നമ്മുടെ പഴയ ലാലേട്ടനല്ല. പഴയ ലാലേട്ടൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നേ ഇല്ല.
പുതിയൊരു ലാലേട്ടനെ കാണാൻ തന്നെ കാത്തിരിക്കുകയാണ്. പുതിയ ലാലേട്ടൻ അവതരിക്കുകയാണ്. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ അവതരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ വലിയ പ്രതീക്ഷകൾ നൽകുന്നു എന്നാണ് ഈ ഒരു ടീസർ കൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ലാലേട്ടന്റെ ഈ സിനിമ മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. നേര് വന്നു, അതിപ്പോൾ ഏകദേശം 75 കോടിക്കടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഔദ്യോഗികമായ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ 60 കോടിക്കടുത്തുള്ള കളക്ഷനാണ് എൻ്റെ അറിവിലുള്ളൂ. പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇനിയും മുന്നോട്ട് പോകും. 100 കോടിക്കടുത്ത് വരെ ചിത്രം നേടിയേക്കാം എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും അബ്രഹാം ഓസ്ലർ എന്ന ചിത്രം വരുന്നത് വരെ ധൈര്യമായിട്ട് നേര് എന്ന ചിത്രത്തിന് മുന്നോട്ട് പോകാമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഈ വരുന്ന ആഴ്ചയിൽ കൂടുതൽ റിപ്പോർട്ടുകൾ വരുമ്പോഴേ സിനിമയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. ഏതായാലും നേരിനേക്കാൾ ലാലേട്ടന് തിളങ്ങാൻ പറ്റുന്ന സിനിമയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേര് ഒരുപക്ഷെ അതൊരു കാർട്ടൂൺ ഡ്രാമയാണെങ്കിൽ കൂടി അത് മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രമൊന്നും ആയിരുന്നില്ല. അഡ്വക്കേറ്റ് വിജയ് മോഹൻ എന്ന് പറഞ്ഞ കഥാപാത്രം അദ്ദേഹം ഇതുവരെ അവതരിപ്പിച്ച കഥാപാത്രത്തെ നോക്കുമ്പോൾ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ പരാജയപ്പെടുന്നുണ്ട്. സാധാരണക്കാരനാണ്, ബലഹീനതകളുള്ള വ്യക്തിയാണ്. അത്തരത്തിലൊരു കഥാപാത്രത്തെ അദ്ദേഹം ഈ അടുത്ത കാലത്തൊന്നും അവതരിപ്പിച്ചിട്ടില്ല. പലപ്പോഴും തോറ്റുപോകുന്ന മനുഷ്യനാണ്, നിസ്സഹായ അവസ്ഥയിലുള്ള മനുഷ്യനാണ്. ഇതൊക്കെ നോക്കുമ്പോഴും അതിൽ വലിയ വ്യത്യസ്തതകളൊന്നും കാണാനില്ല. വളരെ ലാളിത്യത്തോടു കൂടി അദ്ദേഹം ആ കഥാപാത്രത്തെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന് തന്നെ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാൽ മലൈക്കോട്ടെ വാലിബൻ അങ്ങനെ ആയിരിക്കില്ല എന്ന് 100% നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. 100% എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഇത് LJP സംഭവമാണ്. അതുകൊണ്ട് തന്നെ LJP അദ്ദേഹത്തിനെ വെറുതെ ഒന്നും അങ്ങനെ പണിയെടുക്കാതെ വിടുന്നു തോന്നുന്നില്ല. പണിയെടുപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ടിനു പാപ്പച്ചന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നമുക്കറിയാം ഒരു സംഭവമുണ്ട്, തിയേറ്റർ കുലുങ്ങുന്ന പ്രകമ്പനം സൃഷ്ടിക്കുന്ന ലാലേട്ടന്റെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഗുസ്തി പശ്ചാത്തലത്തില് ഒരു പീരീഡിലത്തെ കഥ പറയുന്ന സിനിമയാണ്. ഈ കാലഘട്ടത്തിലെ കഥയല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ള ഒരു കഥ തന്നെയായിരിക്കും മലൈക്കോട്ടെ വാലിബൻ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ലാലേട്ടന്റെ ഗംഭീര തിരിച്ചുവരവ് കണ്ട വർഷമായിരുന്നു 2023. ഇത് അതിന്റെ തുടർച്ച തന്നെയായി മാറട്ടെ. ജനുവരിയിലെ വിസ്മയിപ്പിക്കുന്ന ഒരു വിജയമായി ഈ സിനിമ മാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മലൈക്കോട്ടെ വാലിബന്റെ ഈ ടീസറിനെ കുറിച്ചും ഈ വീഡിയോ കുറിച്ചും ഒപ്പം തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾ, സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ, ഈ ടീസർ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ, നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.